അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2-3 ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നു, കൊല്ലം ജില്ലയിൽ നിന്നാണ്. ഇതിനു മുമ്പും അദ്ദേഹം എന്നെ 1-2 തവണ വിളിച്ചിട്ടുണ്ട്. മുമ്പ് വിളിക്കാനുണ്ടായ കാരണം, ഒരു ഏലസ് വിൽക്കുന്ന ചങ്ങാതിയെ വിമർശിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നെ വിളിച്ച അദ്ദേഹം ആ ഏലസ് വിൽക്കുന്ന ചങ്ങാതിയുടെ കയ്യിൽ നിന്ന് ഒരു മോതിരം വാങ്ങിയിരുന്നു. എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്, പോരിശയുണ്ട് എന്നൊക്കെ പറഞ്ഞു പരസ്യം ചെയ്തപ്പോൾ അത് കണ്ട് വിശ്വസിച്ചിട്ട് 1000-2000 അങ്ങനെ എന്തോ ഒരു സംഖ്യയും പറഞ്ഞു. അത് കൊടുത്തുകൊണ്ട് ആ ഏലസ് കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം ഒരു മോതിരം വാങ്ങിയിരുന്നു. എൻ്റെ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇതൊക്കെ തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ മോതിരം അദ്ദേഹം എടുത്ത് വലിച്ചെറിയുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം അന്ന് എന്നെ വിളിച്ചത്. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി, വല്ലാത്തൊരു വേദന തോന്നിപ്പോയി. നമ്മുടെ ഈ സമുദായത്തിലെ ചില ആളുകൾ സ്വന്തം പോക്കറ്റ് നിറക്കാൻ വേണ്ടിയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഈ മതത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയെത്ര കാഴ്ചകളാണ്. മന്ത്രവാദികളായിട്ട് വലിയ താടിയും വലിയ തലപ്പാവും നീളം കുപ്പായവും ഒരു പച്ച ഷാളും ഒരു 5-6 മോതിരവും വലിയ ഒരു തസ്ബീഹുമാലയും ഇതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പെട്ടിക്കട പോലെ ഒരു കടമുറിയൊക്കെ വാടകയ്ക്കെടുത്ത് മന്ത്രവാദത്തിനിരിക്കുന്ന ചില ആളുകളുണ്ട്. നല്ല രീതിയിൽ ഇസ്ലാമികമായിട്ടുള്ള ചികിത്സയുണ്ട്, ഖുർആൻ കൊണ്ടും അതേപോലെ വാരിദായ ദിക്റുകൾ കൊണ്ടും അതുപോലെയുള്ള ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള രീതിയിലുള്ള ചികിത്സകളുണ്ട്. അതിനെയല്ല ഞാൻ എതിർക്കുന്നത്. മറിച്ച് ഒരു വിവരവുമില്ലാത്ത കുറേ ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന ചികിത്സാ രീതിയോ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതായിരിക്കും. അങ്ങനെയുള്ള കുറേ മന്ത്രവാദികൾ നമ്മുടെ ഈ സമുദായത്തിലുണ്ട്. അവരെ കൊണ്ട് ഈ സമുദായത്തിലെ മക്കൾക്ക് കിട്ടുന്ന നേട്ടം എന്താ? അതിൻ്റെ ഒരു അനുഭവമാണ് അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞത്. ഒരു പെൺകുട്ടി, അവർക്കെന്തോ സിഹറുബാധയുണ്ടായി. ആ പെൺകുട്ടി സ്വാഭാവികമായും പ്രയാസം സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ആദ്യം ഏതോ ഒരു മൗല്യാരുടെ അടുത്ത് പോയി. അയാളിങ്ങനെ കുറേ അതും ഇതുമൊക്കെ ചെയ്തിട്ട് ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് 50,000 രൂപ വാങ്ങി. ഒരു മാറ്റം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയെയും കൊണ്ട് അവരുടെ ഉമ്മ വേറൊരു മൗല്യാരുടെ അടുത്ത് പോയി. അയാളും ഇവരോട് പറഞ്ഞു ഞാൻ മാറ്റിത്തരാം. എന്നിട്ട് ഇവരെയും കൊണ്ട് ഏർവാടിയും അങ്ങനെ തുടങ്ങി കുറേ മക്കുബറകളൊക്കെ കറങ്ങി ഇവരുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപയോളം അയാളും മേടിച്ചെടുത്തു. ഒരു മാറ്റം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അവർ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ഈ ബുദ്ധിമുട്ട് കൊണ്ട്. അതുകൊണ്ട് തന്നെ പണം മുടക്കിയാലും പ്രശ്നമില്ല, ഈ പ്രയാസമൊന്ന് മാറണമെന്ന് വിചാരിച്ചിട്ട് പ്രതീക്ഷയോടുകൂടി വേറൊരു മൗല്യാരെടുത്ത് പോയി. അയാളും എന്തൊക്കെയോ ചെയ്തു കൊടുത്തിട്ട് കുറേ പണം അയാളും പിടുങ്ങി. ഇവരുടെ അസുഖത്തിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല, ഇവരുടെ പ്രയാസങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു വിഭാഗം നടത്തുന്ന കൃപാസനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അതിന് നമ്മുടെ മതവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ആരോ പറഞ്ഞു കൊടുത്തത് കേട്ടിട്ട് ഈ മുസ്ലിം താത്ത അവരുടെ മകളെയുമായി ഈ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഇവരെയും കൊണ്ടുപോയി. എന്നിട്ട് ഈ കൃപാസനത്തിൽ ഉടമ്പടി കൈക്കൊള്ളുകയോ അങ്ങനെ എന്തോ ഒരു പ്രയോഗവും അദ്ദേഹം എന്നോട് പറഞ്ഞു. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു പരിപാടിയിൽ അവർ പോയി പങ്കെടുത്തതിന് ശേഷം അവരുടെ ബുദ്ധിമുട്ട് മാറി. ഇപ്പോൾ അവർ ആ ഉടമ്പടി പ്രകാരം അവരുടെ വീട്ടിൽ ക്രൈസ്തവ മതവിശ്വാസമനുസരിച്ചുള്ള ആരാധനകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇവർ കൃപാസനത്തിലേക്ക് എത്തിയത്? ആരാണിവരെ ഈ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചത്? ഒരു മതവിവരവുമില്ലാത്ത കുറേ പണമുണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള കുറച്ച് മന്ത്രവാദികൾ, അവരല്ലേ സത്യത്തിൽ ഇവരെ ഈ കെണിയിലേക്ക് കൊണ്ടുപോയി ചാടിച്ചത്? അവർ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് ഔലിയാക്കളുടെ മസാറുകൾ, അവരുടെ സിയാറത്ത് കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുപോവുക, എന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുക. എന്നാൽ അവർക്ക് വല്ല പ്രയോജനം കിട്ടുന്നുണ്ടോ? അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ? ഇത്രയും വലിയ മൗലിയാന്മാർ ഈ പണിയൊക്കെ ചെയ്തിട്ടും, അതും ഏർവാടി പോലെയുള്ള മഹാന്മാരാകുന്ന ശുഹദാക്കൾ കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് പോലും ഞങ്ങൾക്കൊരു മാറ്റമുണ്ടാക്കാൻ കഴിയുന്നില്ല. എന്നാലോ ഇവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു കൃപാസനം എന്ന് പറയുന്ന എന്തോ ഒരു പത്രം, അങ്ങനെ എന്തോ ഒരു സാധനമാണ്. എൻ്റെ വീഡിയോ ക്രിസ്ത്യാനികൾ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്കതുമായി ബന്ധപ്പെട്ട് വലിയ ധാരണയൊന്നുമില്ല. കേട്ടറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതാണ്. ആ പത്രം എന്തോ കഴിക്കുകയോ
അതെന്തോ കുടിക്കുകയോ അങ്ങനെ എന്തൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അദ്ദേഹം അതൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഉടമ്പടി ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരെ തള്ളിവിട്ടത് ഈ ആളുകളല്ലേ? നല്ല തഖ്വയുള്ള, വറഉള്ള, വിവരമുള്ള എത്രയോ ആലിമീങ്ങൾ ഇത്തരത്തിലുള്ള ചികിത്സകൾ നടത്തി കൊടുക്കുന്നുണ്ട്. അവർ ഈ പണത്തിന് വേണ്ടി ഇരിക്കുന്നവരല്ല. അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ചു മാത്രം ചെയ്യേണ്ട ഒരു പണിയാണ് ഈ അസ്മാഇൻ്റെ ചികിത്സ എന്നൊക്കെ പറയുന്നത്. കൂലി വാങ്ങുന്നതിനെ അല്ല നമ്മൾ എതിർക്കുന്നത്. പക്ഷെ ഇതൊരു പണസമ്പാദന മാർഗമായി മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ മുമ്പിൽ വരുന്നവൻ അവൻ്റെ പ്രയാസങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വേദനകൾ, ഇതിനെയൊക്കെ ചൂഷണ മാർഗമാക്കി മാറ്റുക. അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഉള്ളവരാകാം, ഇല്ലെങ്കിൽ അവർ കടം വാങ്ങിച്ചിട്ടോ വിറ്റിട്ടോ ഒക്കെ കൊണ്ടുപോയി 50,000 1 ലക്ഷമോ ഒക്കെ ഇവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതൊക്കെ തിന്നിട്ട് ഈ ലോകത്ത് നിന്ന് എങ്ങനെയാണ് ഇവർ പോകുന്നത്? ആരാൻ്റെ മുതൽ ഇങ്ങനെ അറിയാത്ത പണി ചെയ്തിട്ട് അത് മക്കളെ കൊണ്ട് തീറ്റിച്ചാലുള്ള അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. അതുകൊണ്ട് എനിക്ക് ഈ മുസ്ലിം സമുദായത്തോട് പറയാനുള്ളത്, നമ്മൾക്ക് അല്ലാഹു പ്രശ്നങ്ങൾ തരും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. അത് രോഗമാണെങ്കിലും കടമാണെങ്കിലും എന്താണെങ്കിലും അല്ലാഹു നമ്മളെ ഇവിടെ പറഞ്ഞയച്ചിട്ടുള്ളത് പരീക്ഷിക്കാനാണ്. ആ പരീക്ഷണത്തിൻ്റെ മുമ്പിൽ പതറിപ്പോകാതെ ഈമാനോടുകൂടി ജീവിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ, ഇപ്പോൾ നമ്മളിങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ കാണാം അറബിക് ജ്യോതിഷാലയം, സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം ജിന്നു മഹ്ലറ. അത്ഭുതപ്പെട്ടു പോവാൻ ചില മൗലവിമാരൊക്കെ അതിന് പിന്തുണ കൊടുക്കുകയാണ്. ജിന്നു മഹ്ലറ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ചില മൗലവിമാർ അതിനെ ന്യായീകരിച്ചുകൊണ്ട് നീട്ടിപ്പരത്തി സംസാരിക്കുകയാണ്. എന്തൊരു കാലാണ്! അത് മുതലാക്കിക്കൊണ്ട് ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ ജനങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അവരുടെ സമ്പത്ത്, ചിലപ്പോൾ പലരുടെയും ശരീരം, ചില ആളുകളുടെയൊക്കെ ഈമാൻ ഇതിലൂടെ നഷ്ടപ്പെട്ടു പോവാൻ. അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചികിത്സ വേണമെങ്കിൽ നാട്ടിലിറങ്ങി 4 ആളോട് അന്വേഷിക്കുക, നല്ല തഖ്വയുള്ള പണ്ഡിതൻ ആരാണ്. അതല്ലാതെ ഈ ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും പരസ്യം കണ്ടൊന്നും നിങ്ങൾ വീഴല്ലേ. അവർ പരസ്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവരെ അന്വേഷിച്ച ആളുകൾ വരുന്നില്ല. ആളുകളെ വരുത്താൻ വേണ്ടിയാണ് അവർ പരസ്യം ചെയ്യുന്നത്. അതേസമയം പ്രയോജനമുള്ളവരാണെങ്കിൽ, ചികിത്സിച്ചാൽ മാറുമെന്നുള്ളവരാണെങ്കിൽ ആളുകൾ അവരെ തേടിപ്പിടിച്ചങ്ങോട്ട് ചെല്ലും. അവരാരും പരസ്യം ചെയ്യൂല. ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പരസ്യം ചെയ്തുകൊണ്ട് ചികിത്സ നടത്തുന്ന ആളുകളുണ്ടോ? തട്ടിപ്പായിരിക്കും. നല്ല ചികിത്സയാണെങ്കിൽ, ഫലപ്രദമായതാണെങ്കിൽ ഒരു പരസ്യത്തിൻ്റെ ആവശ്യമില്ല. അത് അനുഭവിച്ചവർ മറ്റുള്ളവരോട് പറഞ്ഞ് ആളുകൾ തന്നെ അവിടെ എത്തും. അതില്ലാത്തവർക്കാണ് പരസ്യം ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വിവേകം, വിവേചന ശക്തി, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ഏതെങ്കിലും പരസ്യത്തിൻ്റെ ഒന്നും പിന്നാലെ വീണുപോകരുത്. അവസാനം ഇതുപോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.